ഇതിനകത്ത് സിൻജോ ജോൺസന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അത് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി കാരണം അദ്ദേഹം സജീവ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. ഇതിനകത്ത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം കഴിഞ്ഞ 3-4 ദിവസമായി മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള 14 ആളുകളുടെ രാഷ്ട്രീയം തികയുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നില്ല. 14 ആളുകളുടെ രാഷ്ട്രീയം തികയാതിരിക്കുകയും ഈ 4 SFI പ്രവർത്തകർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ പേരിൽ അത് SFI ആണ്, അല്ലെങ്കിൽ SFI നടത്തിയ കൊലപാതകം. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SFI നടത്തിയ കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ ശ്രമം അത്ര നിഷ്കളങ്കല്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഘടനയെ SFIക്കെതിരെ ഈ പറഞ്ഞ പോലെ വല്ലാത്ത പ്രചരണം നടത്തണം, അല്ലെങ്കിൽ SFI അങ്ങ് നശിപ്പിച്ചു കളയണം. അതിന് വേണ്ടിയിട്ടുള്ള ആയുധമായിട്ട് ഈ മരണത്തെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ശരിയല്ല എന്നുള്ളതാണ്. ഇന്നലെ KC വേണുഗോപാൽ വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഒരു അനുവാദം ചോദിക്കുന്നത്. അങ്ങ് പറഞ്ഞു മാധ്യമങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ഈ 4 പേർക്കെതിരെ നടപടി എടുക്കുമെന്ന്. ഞാൻ ഇത് പകുതിയാക്കിയല്ലോ. അതായത് SFI ഓൺ ചെയ്യുന്നുണ്ട് ഇവരെ, SFI ഓൺ ചെയ്യുന്നുണ്ട് ഇവരെ. ഓക്കെ, ഞാനത് പൂർത്തിയാക്കാണ്. SFI ഓൺ ചെയ്യുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് ഓൺ ചെയ്യുന്നില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അങ്ങ് പറഞ്ഞോളൂ. അല്ല, അതിനകത്ത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരിതിനകത്ത് ഏതെങ്കിലും ഒരു ക്രൈമിനകത്ത് ഉൾപ്പെട്ട ആളുകളെ മാറ്റി നിർത്തുന്ന നിലയുണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് നേരത്തെ സംസാരിച്ച ഘട്ടത്തിൽ സൂചിപ്പിച്ചു. കേരളത്തെ നടുക്കുന്ന നിലക്ക് ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താ കേരളത്തിനകത്തെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്? എന്താ കേരളത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്? യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നില്ലേ ആ നിഷ്ഠൂരമായ കൊലപാതകം നടന്നത്? ആ കൊലപാതകം നടന്നത് അതിന്റെ തുടർച്ചയിൽ ഇവരെന്താ ചെയ്തത്? അന്ന് കൊലപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇപ്പൊ എവിടെയുള്ളത്? അദ്ദേഹം ഇന്ന് സംസ്ഥാന ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാനാണ്. അന്ന് ഒപ്പം പ്രതികളായിരുന്ന മറ്റ് ആളുകൾ, മറ്റ് KSU പ്രവർത്തകര്, അവരിന്ന് അവിടെയാണ്. അവരിന്ന് KSUവിന്റെ ജില്ലാ പ്രസിഡന്റായും KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും സ്ഥാനക്കയറ്റം കൊടുക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? അവർ തള്ളി പറയാൻ വേണ്ടി തയ്യാറായോ? വെറുതെ ഒരു സംഘടനാ നടപടിയെങ്കിലും എടുത്തോ? ഇല്ലല്ലോ. അവരെന്റെ കുട്ടികളാണ് എന്നുള്ളതല്ലേ KPCC പ്രസിഡന്റ് പറഞ്ഞത്? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായ പ്രകടനങ്ങളെ കുറിച്ച് അവതാരകർ സൂചിപ്പിച്ചു. ഈ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ഒന്ന്, ഈ ധീരജ് രാജേന്ദ്രൻ ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകന്റെ, കോൺഗ്രസ് അനുഭാവിയുടെ, കോൺഗ്രസുകാരനായിട്ടുള്ള രാജേന്ദ്രന്റെ മകനായിരുന്നില്ലേ? ഇവരാരെങ്കിലും ധീരജിന്റെ വീട്ടിലേക്കൊന്ന് ചെല്ലുന്നതിന് വേണ്ടി പോട്ടെ, ആ മരണപ്പെട്ട വ്യക്തിയെ അവഹേളിക്കാവുന്നതിന്റെ പരമാവധി ഇവർ അവഹേളിച്ചില്ല. എരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്നല്ലേ KPCC പ്രസിഡന്റ് പറഞ്ഞത്? എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടല്ലേ കൊലപ്പെടുത്തിയ ആളുകളെ സ്വീകരിച്ചിരുത്തിയത്? എന്നിട്ട് ഇവർ വന്നിരുന്ന് മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. ഈ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അത് ഒരാത്മാർത്ഥതയും ഇല്ലാത്തതാണ് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് അറിയാം. നിങ്ങളിപ്പോ യൂത്ത് കോൺഗ്രസ്സുകാരനാണ് സിൻജോ എങ്കിൽ സിൻജോയ്ക്കെതിരെയുമാണ് നിങ്ങളുടെ സമരം എന്ന് പറയുന്നത്. എന്ത് സിൻജോയ്ക്കെതിരെ നിങ്ങൾ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വത്തിലുള്ള സിൻജോയെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി തയ്യാറാകുമോ? യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തയ്യാറാകുമോ? ഇല്ല, നിങ്ങൾ തയ്യാറാകില്ലെന്നേ. നിങ്ങൾ സൂചിപ്പിക്കും ധീരജിന്റെ കൊലപാതകം നടന്ന ഘട്ടത്തിൽ പറഞ്ഞതുപോലെ കോടതി ശിക്ഷക്കാരനാണെന്ന് വിധിക്കട്ടെ, കോടതി വിധിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ മാറ്റി നിർത്താം എന്നുള്ളതായിരുന്നു അന്ന് പറയുന്ന നിലപാട്. അപ്പൊ ആ നിലപാടല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭാഗമായ ഒരാളെങ്കിലും ഈ നിഷ്ഠൂരമായ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ, ആ ആക്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ ആ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. ആ ആളുകളെ ഒരു കാരണവശാലും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. അവരെ ഞങ്ങൾ മാറ്റി നിർത്തും. അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യത്തിന് ഞങ്ങൾ ഉറച്ചു നിൽക്കും. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. അതാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ നാടുകളിലൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവര് SFI ഇപ്പോ BJPയുടെ പ്രതിനിധി ഉൾപ്പെടെ SFI PFI ആയിട്ട് SFI ക്രിമിനലുകളാണ് എന്നൊക്കെയുള്ള സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം എടുക്കുന്നേ, കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം എടുക്ക്. അപ്പൊ അറിയാം ആക്രമിക്കപ്പെട്ടത് അത്രയും SFI ആയിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. ഈ നിലയിൽ ഇപ്പോ നിങ്ങളെന്തോ രാക്ഷസ കോട്ടയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പൂക്കോട് ക്യാമ്പസിനെ. പൂക്കോട് ക്യാമ്പസിനകത്ത് മറ്റു സംഘടനകൾ ഇല്ല എന്നാ പറയുന്നത്. പൂക്കോട് ക്യാമ്പസിനകത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇതര വിദ്യാർത്ഥി സംഘടനകൾ മത്സരിച്ചിട്ടുണ്ടല്ലോ. അവിടെ നിങ്ങൾക്ക് പൂക്കോടല്ല മറ്റ് പല ക്യാമ്പസിലും KSUവിന് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളെ കിട്ടാത്തതിനകത്ത് ഞങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഇന്ന് ആ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ ഇപ്പോ തുടക്കത്തിൽ സംസാരിച്ചപ്പോ ആദ്യഘട്ടത്തിൽ അവതാരിക ഇന്ന് അഭിപ്രായ പ്രകടനം നടത്തിയ, ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്ന നിലയുണ്ടായി. ആ വിദ്യാർത്ഥികൾ നിങ്ങളെ വന്ന് കണ്ട് ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ട് എന്ന് പറയുകയാണോ ചെയ്തത്? അല്ലല്ലോ.
നിങ്ങൾ പോയി കണ്ടുപിടിച്ച വിദ്യാർത്ഥികളല്ലേ നിങ്ങളെ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായം ചോദിച്ചല്ലേ? അല്ല, ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഇനി അങ്ങനെ പ്രതികരിക്കുമ്പോൾ തന്നെ ആ പ്രതികരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടെങ്കിൽ കാരണം ആ പ്രതികരണത്തോട് സിദ്ധാർത്ഥന്റെ അതൊക്കെ കേട്ടു ഞങ്ങൾ കേട്ടു. ഇത്രയും ദിവസം ആ വിമർശനം ഉന്നയിക്കാനുള്ള വേദി കൂടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്ത് അദ്ദേഹത്തോട് ഒരു ചോദ്യമായി ഉന്നയിച്ചത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മാത്രമേ പ്രതികരണം പാടുള്ളൂ, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഒരു MSF-കാരൻ ഉണ്ടെന്നേ അയാൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താ മാധ്യമം കൊടുക്കായിരുന്നു? ഉണ്ടെന്നേ ഉണ്ടെന്നേ. അത് MSF-കാരൻ ഞങ്ങൾ പോയിട്ട് എഴുതി പഠിപ്പിച്ചു കൊടുത്തതാണോ? കൊടുത്തില്ലെന്ന് നിങ്ങൾ ഇത്രയും ദിവസമായി ക്യാമ്പസിനകത്തേക്ക് കടന്നില്ലാതിരുന്നത് എന്താ? ഇനി ഞങ്ങൾ ആരെങ്കിലും ഈ ആളുകളെ തയ്യാറാക്കി നിർത്തി മാതൃഭൂമി ഉൾപ്പെടെ പ്രതികരണം ചോദിച്ചു ഒറ്റ തയ്യാറല്ലെന്നേ. ഞങ്ങൾക്ക് ആ ക്യാമ്പസിനെ പറ്റി വലിയ അത്ഭുതവും നിരാശയും ഒക്കെയാണ്. ഒരു കൂടെ പഠിക്കുന്ന ഒരുത്തനെ തല്ലിക്കൊന്നു ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഈ തീവ്രത അളക്കുന്ന യന്ത്രമുണ്ടായത്. കഷ്ടമാണ്, അപഹാസ്യകരമാണ്, അധപതനമാണ്. മാഡം അങ്ങനെ എന്തെങ്കിലും യന്ത്രം മാതൃഭൂമിന്റെ ഓഫീസിലുണ്ടാവും, SFI ഓഫീസിലില്ല. പറഞ്ഞത് ആ പ്രതികരിക്കുന്ന കുട്ടികൾ എന്റെ കുഴപ്പമല്ല. ശ്രീ പി മാർഷോ കേട്ടോ, അവരാണ് പറഞ്ഞത് തീവ്രതയുടെ കാര്യം. മാതൃഭൂമിയല്ല തല്ലിയത്, തല്ലുകൊണ്ടിട്ടുണ്ടെന്നേ ഇച്ചിരി കടന്നുപോയി എന്നൊക്കെ പറഞ്ഞു. മാതൃഭൂമിയല്ല. അപ്പൊ അതിന്റെ തീവ്രതയെ കുറിച്ചാണല്ലോ പരാമർശം നടന്നത്. ആ തീവ്രതയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പഴയ തീവ്രത ഞാൻ പറഞ്ഞില്ല, അങ്ങേക്ക് തോന്നിയായിരിക്കും. അല്ല, നിങ്ങൾ സംസാരിച്ചോ. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം കേട്ടോ ശ്രീ പി എം അശോക്. ഞാൻ തൽക്കാലം ഞാൻ സ്വന്തമായി ഇനി സംസാരിക്കുന്നത് എന്റെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ അവസരം തരണം. ഓ തീർച്ചയായും. അല്ലാതെ അതിനിടയിൽ കയറിയിട്ട് നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ അങ്ങ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് ശരിയാണ്. അത് മോശമാവുന്നുണ്ടോ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ഒരു അനുവാദം ചോദിക്കുകയും ചെയ്തത്. ശരി, എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ വരാം, അങ്ങൊന്ന് ക്ഷമിക്കണേ.